അമ്മ. എല്ലാം എല്ലാം എന്റെ കൈവിട്ട് പോയി. എന്റെ മുന്നില് വേറൊരു വഴിയില്ലായിരുന്നു. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അമ്മയും വിശാൽ സാറിനെ രക്ഷിക്കാൻ വേണ്ടി വേറൊരു മാർഗവും ഞാനിവിടെ കണ്ടില്ല അമ്മ. അതുകൊണ്ടാ ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവനും ഞാൻ പ്രഭാവതിയമ്മയുടെ പേരിൽ എഴുതി കൊടുത്തത്. ഇത്രയും വലിയ ചതി ഒരുക്കിയിട്ടാ പ്രഭാവതി അമ്മ എന്നെ ആത്മാനന്ദ സ്വാമികളുടെ അടുത്തേക്ക് വിളിച്ചോണ്ട് പോയതെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. ഇപ്പോ ഞാൻ കാരണം വിശാൽ സാറ് വെറും കൈയോടെ നിൽക്കേണ്ട സ്ഥിതിയായി. ഞാനിതൊക്കെ എങ്ങനെ സാറിനോട് പറയും? എനിക്ക് അറിയില്ല അമ്മ. എനിക്ക് അമ്മയോട് മാപ്പ് ചോദിക്കാനുള്ള അർഹതയില്ല. അമ്മയുടെ മകനെയും ഈ കുടുംബത്തെയും ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുമെന്ന് ഞാൻ അമ്മയ്ക്ക് തന്ന വാക്ക് അത് പാഴായിപ്പോയി അമ്മ. രക്ഷിക്കാൻ വന്ന ഞാൻ കാരണം ഇപ്പോ എല്ലാം നശിച്ചു. എല്ലാം കൈവിട്ടു പോയി. അമ്മയ്ക്ക് എന്നോട് ക്ഷമിക്കാനാവോന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ മാപ്പ് ചോദിക്കുവാ. മാപ്പ്. പാർവതി, പാർവതി എന്താ ഇത്? പാർവതി, നീ എന്തിനാ കരയുന്നേ? എന്താടോ ഇത്? പൂജ മുടങ്ങിയതിനാണോ താൻ ഇങ്ങനെ കരയുന്നേ? എടോ, അതൊന്നും സാരമില്ലടോ. തടസ്സപ്പെട്ട പൂജ നമുക്കേ മറ്റൊരു ദിവസം നടത്താം. എടോ, പൂജ നടത്തിയ പോരെ? താനേ സമാധാനായിട്ടിരിക്ക. കരയാതിരിക്കെ പാർവതി. താൻ കരയല്ലേ? സംഭവിച്ച യാഥാർത്ഥ്യങ്ങൾ ഞാൻ എങ്ങനെ വിശാൽ സാറിനോട് പറയും? സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് ഒരു ചില്ലി കാശ് പോലും ഇല്ലാതെയാണ് നിൽക്കുന്നതെന്ന് സാറിന് അറിയില്ലല്ലോ. അത് എങ്ങനെ ഞാൻ അറിയിക്കും? വിശാൽ സാറിന് സ്വന്തം അമ്മയോടുള്ള സ്നേഹത്തെ മുതലെടുത്ത് പ്രഭാവതി അമ്മ എല്ലാം അപഹരിച്ചു എന്ന് ഞാൻ എങ്ങനെ വിശാൽ സാറിനെ ബോധ്യപ്പെടുത്തും? പാർവതി.